ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡൻ്റ് ആണ്. കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത്. വേറെ ആരുടെയും അങ്ങനെ ഒരു ഇതെടുത്തില്ല. മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇതാണ് ബൈലോ പ്രകാരം 23ാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണെന്നുണ്ട്. അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണുണ്ടത്. മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ, ഇതൊരു അനധികൃതമായ അപ്പോയിൻമെൻ്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും. അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് കോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായിസവും നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. കുറച്ചു പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത്. ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം നിങ്ങൾ എല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത്.